ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനുപ്രിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോർപ്പറേഷൻ ആണ്. അപ്പം എക്സാം അടുത്ത് വരികയാണ്. CECBയുടെ എക്സാം ഉടനെ ഉണ്ട്, മെയ് 19-നാണ്. ഇതിൻ്റെ പുറകെ തന്നെ മറ്റ് എക്സാമുകളും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? നമുക്കറിയാം ഇഷ്ടം പോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്, പല തരത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള സ്ഥിതിക്ക് നമുക്ക് പഠിക്കേണ്ടതിനൊരു ഓർഡർ ഉണ്ടാക്കണം. ഏറ്റവും ആദ്യം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്ന് ഫോം ചെയ്തു, ഏത് ആക്ട് പ്രകാരം ഫോം ചെയ്തു, എന്തൊക്കെയാണ് അവരുടെ മേജർ പബ്ലിക്കേഷൻസ്, ദെൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഇനി അവരുടെ ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് എന്ത് ബ്രാൻഡ് നെയിമാണ്, ഏത് കാറ്റഗറി ഓഫ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ചോദ്യങ്ങളോട്ട് പോവാം. ഇൻ ഡാഷ് ദ ICA എസ്റ്റാബ്ലിഷ് ദ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ്. എന്ത് അവാർഡാണ് ICA റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 2000-ലാണ്, അതായത് 2000-ലാണ് ICA റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേഡ്കോ ഇൻട്രൊഡ്യൂസ്ഡ് ദ റേഡ്കോ ഫെസിലിറ്റി സെന്റർ ഇൻ കണ്ണൂർ. അതായത് റേഡ്കോയുടെ തന്നെ ഒരു മറ്റൊരു സ്ഥാപനമാണ് റേഡ്കോ ഫെസിലിറ്റി സെന്റർ. അപ്പൊ റേഡ്കോ ഫെസിലിറ്റി സെന്റർ കണ്ണൂരിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കണ്ണോത്തുംചാലിലാണ്. എവിടെയാണ്? കണ്ണൂരിലെ കണ്ണോത്തുംചാലിലാണ് റേഡ്കോയുടെ റേഡ്കോ ഫെസിലിറ്റി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫാക്ടറി ടൈപ്പ് സൊസൈറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഫാക്ടറി ടൈപ്പ് സൊസൈറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫാക്ടറി ടൈപ്പ് സൊസൈറ്റി? ഓപ്ഷൻ 1 കയർ മാറ്റ് ആൻഡ് മേറ്റിംഗ് സൊസൈറ്റി, ഓപ്ഷൻ 2 ഹസ്ക് റേറ്റിംഗ് യൂണിയൻസ്, ഓപ്ഷൻ 3 കയർ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ 4 നൺ ഓഫ് ദിസ്. ആൻസർ ഏതായിരിക്കും? ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഫാക്ടറി ടൈപ്പ് സൊസൈറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഹസ്ക് റേറ്റിംഗ് യൂണിയൻ ആണ്. എന്താണ്? ഹസ്ക് റേറ്റിംഗ് യൂണിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The cooperative society should contribute education fund from their net profit was recommended by. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഫണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി എഡ്യൂക്കേഷൻ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോർപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് കമ്മിറ്റീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് അല്ലെ. അപ്പൊ നമുക്കിവിടെ നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. കുർസു കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, മെഹ്ത കമ്മിറ്റി, മിർദ കമ്മിറ്റി. ആൻസർ ഏതായിരിക്കും? മിർദ കമ്മിറ്റിയാണ്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണം എഡ്യൂക്കേഷൻ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്നുള്ള റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചത് ആരാണ്? മിർദ കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. NCDC has training center in Dash for giving training to the employees of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി NCDCയുടെ ട്രെയിനിങ് സെന്റർ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ബാംഗ്ലൂർ, ഓപ്ഷൻ 2 ഹരിയാന, ഓപ്ഷൻ 3 മൈസൂർ, ഓപ്ഷൻ 4 കൊച്ചിൻ. എവിടെയായിരിക്കും? ഹരിയാനയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനുള്ള സ്ഥാപനം ആരുടെ കീഴിലാണ് വരുന്നത്? NCDCയുടെ കീഴിലുള്ളതാണ്. ഓക്കെ, അപ്പൊ NCDCയുടെ കീഴിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനുള്ള സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ്. ആൻസർ ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചു നോക്കുക. കൺഫ്യൂസിങ് ആവുന്ന ഫാക്റ്റുകൾ ഉണ്ടാവും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെയുള്ളത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് എന്നൊക്കെയുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർമേഷൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റെക്കമെൻഡഡ് ബൈ ഓപ്ഷൻ 1 അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ 2 നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ 3 നരിമാൻ കമ്മിറ്റി, ഓപ്ഷൻ 4 രംഗരാജൻ കമ്മിറ്റി. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫോർമേഷൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റി ഏതാണ്? ഏതായിരിക്കും ആൻസർ? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ മറ്റൊരു പേരെന്താ? കുർസു കമ്മിറ്റി. ആരായിരുന്നു ചെയർമാൻ? കുർസു തന്നെയായിരുന്നു ചെയർമാൻ. ഓക്കെ, അടുത്തത്. സാന്ത് കബീർ അവാർഡ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സെക്ടർ. ഏത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സാന്ത് കബീർ അവാർഡ്? ഏത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഓപ്ഷൻ 1 കയർ, ഓപ്ഷൻ 2 കൺസ്യൂമർ, ഓപ്ഷൻ 3 ഹാൻഡ്ലൂം, ഓപ്ഷൻ 4 ഹൗസിംഗ്. ഏതായിരിക്കും? ഹാൻഡ്ലൂം സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവാർഡാണ് സാന്ത് കബീർ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ദി കോപ്പറേറ്റീവ് വേ ഇസ് സിവിലൈസ്ഡ് വേ ഓഫ് വർക്കിംഗ് ഇസ് സെഡ് ബൈ. കൊട്ടേഷൻ ആണ്. കൊട്ടേഷൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൊട്ടേഷൻ പഠിക്കുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ദി കോപ്പറേറ്റീവ് വേ ഇസ് സിവിലൈസ്ഡ് വേ ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ 1 ഹൊറേസ് പ്ലങ്കറ്റ്, ഓപ്ഷൻ 2 ഗാന്ധിജി, ഓപ്ഷൻ 3 നെഹ്റു, ഓപ്ഷൻ 4 ഇന്ദിരാഗാന്ധി. ആരായിരിക്കും പറഞ്ഞത്? നെഹ്റു ആണ് പറഞ്ഞത്. ആരാണ്? നെഹ്റു. Then അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ലാറ്റക്സ് ഫോം മാട്രസ് ബൈ റബ്കോ. റബ്കോയുടെ ലാറ്റക്സ് ഫോം മാട്രസിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? ഓപ്ഷൻ 1 റെയിൻബോ, ഓപ്ഷൻ 2 റബ്വുഡ്, ഓപ്ഷൻ 3 സ്പ്രിംഗ് നോവ, ഓപ്ഷൻ 4 നാച്ചുറല. ആരുടെ പ്രൊഡക്റ്റ് ആണ്? റബ്കോയുടെ ലാറ്റക്സ് ഫോം മാട്രസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? റബ്കോയാണ്. ആൻസർ എന്തായിരിക്കും? നാച്ചുറലയാണ്. എന്താണ്? നാച്ചുറല. Then അടുത്ത ക്വസ്റ്റ്യൻ, ഡസ്റ്റ് ഔട്ട് ഇസ് എ ബ്രാൻഡ് നെയിം ഓഫ് മാറ്റ് ഓഫ്. അതായത് ഡസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാറ്റാണ്. അത് ആരുടെ പ്രൊഡക്റ്റ് ആണ്? ഓപ്ഷൻ 1 കയർ ബോർഡ്, ഓപ്ഷൻ 2 കയർ ഫെഡ്, ഓപ്ഷൻ 3 റബ്കോ, ഓപ്ഷൻ 4 റെയ്ഡ്കോ. ആരുടെ പ്രൊഡക്റ്റ് ആണ്? കയർ ഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഡസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഡസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് എന്ത് പ്രൊഡക്റ്റ് ആണ്? അതൊരു മാറ്റാണ്. ഓക്കെ, അപ്പം കയർ ഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഡസ്റ്റ് ഔട്ട്. എന്ത് പ്രൊഡക്റ്റ് ആണ്? അതൊരു മാറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇനാഗുറേറ്റഡ് ദ 19th കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ്. അപ്പൊ കോപ്പറേറ്റീവ് കോൺഗ്രസ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 19ഓളം കോപ്പറേറ്റീവ് കോൺഗ്രസ് ഉണ്ട്. പഠിക്കുമ്പോൾ ഏത് വർഷം നടന്നു, ആരായിരുന്നു അത് ഹെഡ് ചെയ്തത്, എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 19ാമത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇനാഗുറേറ്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 VN വാസവൻ, ഓപ്ഷൻ 2 കൊയിലങ്കോട് N കൃഷ്ണൻ നായർ, ഓപ്ഷൻ 3 പിണറായി വിജയൻ, ഓപ്ഷൻ 4 കടകംപള്ളിയിൽ സുരേന്ദ്രൻ. ആരായിരുന്നു? നമുക്കറിയാവുന്ന ആൻസർ ആണ് പിണറായി വിജയനാണ്. ഇതൊരു കറണ്ട് അഫെയറും കൂടെയാണ്. ഓക്കെ, അപ്പം 19ാമത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇനാഗുറേറ്റ് ചെയ്ത ആരായിരുന്നു? പിണറായി വിജയനാണ്. ഷെൽട്ടർ ഇസ് എ പബ്ലിക്കേഷൻ ഓഫ്. ഓപ്ഷൻ 1 ഹൗസ്ഫെഡ്, ഓപ്ഷൻ 2 NHB, ഓപ്ഷൻ 3 ULCCS, ഓപ്ഷൻ 4 ഹഡ്കോ. NHB എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ദെൻ ULCCS എന്താണ്? ഊരാലങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ ഫോർത്ത് വൺ ഹഡ്കോ. അങ്ങനെയാണ് എങ്കിൽ ഷെൽട്ടർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നവയിൽ ആരുടെ പബ്ലിക്കേഷൻ ആണ്? ആരുടെ പബ്ലിക്കേഷൻ ആണ്? ഹഡ്കോയുടെ പബ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഷെൽട്ടർ ഇസ് എ പബ്ലിക്കേഷൻ ഓഫ് ഹഡ്കോ. അപ്പൊ നമുക്കറിയാം ഇപ്പം മെയ് 19 CSEBയുടെ പരീക്ഷയുണ്ട്. അതിനുശേഷം വരുന്ന വലിയൊരു പരീക്ഷയാണ് PSCയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കേരഫെഡിന്റെ എക്സാം കഴിഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലായി PSCയുടെ ചോദ്യം വരുന്ന രീതിയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ട് അല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പഠിക്കാൻ എത്രത്തോളം നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം നല്ലത്. അതുപോലെ തന്നെ പഠിക്കുമ്പം ഓരോ കാര്യങ്ങളും വളരെ ഡെപ്തിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരുമ്പോൾ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന് പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേഷൻസും അഡീഷണൽ നോട്ട്സും ഒക്കെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പഠിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ തന്നെ പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നാൽ തെറ്റാതെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനും കൂടെ പ്രത്യേകം പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അടുത്തത് ദി ബ്രാൻഡ് നെയിം ഓഫ് ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ഓഫ് കാംകോ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാംകോയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ്. അങ്ങനെയാണ് എങ്കിൽ കാംകോ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? ഓപ്ഷൻ 1 മിൽക്ക് മാർവൽ, ഓപ്ഷൻ 2 ഡയറ്റിയർ, ഓപ്ഷൻ 3 ഫൺ ടാൻ ആൻഡ് ഓപ്ഷൻ 4 ക്രഞ്ച്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ കാംകോയുടെ ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? എന്തായിരിക്കും ആൻസർ? ഡയറ്റിയർ ആണ്. എന്താണ്? ഡയറ്റിയർ ആണ്. Suitable way to uplift the economic base of Indian people is cooperative movement was recommended by option 1 Famine Commission, option 2 People Bank of India, option 3 Agriculture Relief Act and option 4 Land Improvement Loan Act. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റി അല്ല എങ്കിൽ ഏത് ആക്ട് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫാമിൻ കമ്മീഷന്റെ ഒരു മേജർ റെക്കമെൻഡേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്?
ഫാമിൻ കമ്മീഷന്റെ ഒരു മേജർ റെക്കമെൻഡേഷൻ ആണ് മുകളിൽ തന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ എക്കണോമിക് ബേസിന് ഒരു അപ്ലിഫ്റ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള മൂവ്മെന്റ് ആണ് അവിടെ ആവശ്യം? കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ആവശ്യം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ഫാമിൻ കമ്മീഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആവാസ് ഭാരതി ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ്. ആവാസ് ഭാരതി ആരുടെ പബ്ലിക്കേഷൻ ആണ്? ഫസ്റ്റ് വൺ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, സെക്കൻഡ് ഹൗസ് ഫെഡ്, തേർഡ് ULCCS ആൻഡ് ഫോർത്ത് ഹഡ്കോ. ആരുടെ പബ്ലിക്കേഷൻ ആണ് ആവാസ് ഭാരതി എന്ന് പറയുന്നത്? ആവാസ് ഭാരതി നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ പബ്ലിക്കേഷൻ ആണ്. ആരുടെയാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കോപ്പറേറ്റീവ് ഡെമോക്രസി, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, കോപ്പറേറ്റീവ് വേ, വാട്ട് ഈസ് കോപ്പറേഷൻ? അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ട് ആണ്. അപ്പം ആൻസർ നമുക്കറിയാം, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. ഇത് എന്ത് സെക്ഷൻ, ഏത് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ മറ്റ് 3 ഓപ്ഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ ഓഡ് വൺ ഔട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്? അപ്പൊ കറക്റ്റ് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ശരിയായിട്ടുള്ള ആൻസർ പിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക്